ആദ്യം അപാരമായ മൗനം, പിന്നെ ശബ്ദമേതുമില്ലാതെ ഒരു ഞൊടിയുടെ പിന്മടക്കം, അതിനുശേഷം ചക്രവാളം മറയ്ക്കുന്ന കടൽ പെരുക്കം. പണ്ട് കഥയിൽ നിന്നുയർന്നു വന്ന കഥയിലെ മൈനാകമായിരുന്നില്ല അത്. കടൽ സ്വന്തം ശരീരം കൊണ്ടു തീർത്ത ഒരു ജലപർവ്വതം തന്നെയായിരുന്നു. മായയെ വെല്ലുന്ന ആ കാഴ്ച കണ്ട് അന്തിച്ച് തീരത്തു നിന്നവരിലേക്ക്, തലേന്നത്തെ ക്രിസ്മസ് വിരുന്നിന്റെ ലഹരിയിൽ അപ്പോഴും മയങ്ങുകയായിരുന്ന തീരദേശ ഗ്രാമങ്ങളിലേക്ക് 1000 നാവുകളുടെ സീൽക്കാരത്തോടെ ആ ഉഗ്രരൂപിണി ആർത്തലച്ചെത്തി. ഉറങ്ങുന്നവരെയും ഉറങ്ങാത്തവരെയും, അലറിക്കരഞ്ഞവരെയും അന്തിച്ചു നിന്നവരെയും എന്നുവേണ്ട, മുന്നിൽ കണ്ട സർവചരാചരങ്ങളെയും ഉപ്പുരസമുള്ള തണുത്ത നാവുകൊണ്ട് നക്കിയെടുത്തു. ദയാരഹിതമായിരുന്നു പ്രകൃതിയുടെ ആ പ്രചണ്ഡ താണ്ഡവം. ഓർമ്മയുടെ ഭൂപടത്തിൽ ആദ്യം അതുവരെ നാം കണ്ടും കേട്ടുമറിഞ്ഞ ഏതൊരു പ്രകൃതി ദുരന്തത്തെയും മറവിയിലാഴ്ത്തുന്ന ഒന്ന്, അല്ലെങ്കിൽ ദുരന്തമെന്ന വാക്കിന് പുതിയ ഭാഷ്യം ചമച്ച 3 അക്ഷരം: സുനാമി. ഡിസംബർ 26. താണ്ഡവം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സംഹരിക്കപ്പെട്ടവരുടെ എണ്ണം 2,30,000. സ്വന്തമെന്ന് കരുതിയ സർവ്വതും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായവർ ദശലക്ഷങ്ങൾ. അങ്ങു ദൂരെ കിഴക്ക് ഇന്തോനേഷ്യയുടെ ചാരെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഒരു ഭൂകമ്പമാണ് സുനാമി എന്ന പ്രളയത്തിരയുടെ പിറവിക്ക് കാരണമായത്. സുമാത്ര ദ്വീപുകളുടെ പടിഞ്ഞാറൻ തീരത്ത് കടലിനടിയിലായിരുന്നു ലോകത്ത് ഇന്ന് നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ രണ്ടാമത്തെ ആ ഭൂകമ്പം നടന്നത്. ഭൂകമ്പമാപിനിയിൽ 9.1-നും 9.3-നും ഇടയിൽ മാത്ര കാണിച്ച ആ ഭൂകമ്പത്തിന്റെ പ്രകമ്പനത്തിൽ കടലിലെ തിരമാലകൾ 100 അടിയോളം പൊങ്ങി. അതുണ്ടാക്കിയ തിരത്തള്ളിച്ചയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അരികുപറ്റി കിടന്നിരുന്ന രാജ്യങ്ങളിലെല്ലാം തിരമാലകളുടെ ഏറ്റങ്ങളുണ്ടായി. അതിൽ ഇന്തോനേഷ്യ, ശ്രീലങ്ക, തായ്ലൻഡ്, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലായിരുന്നു സുനാമി തിമിർത്താടിയത്. ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ കാരയ്ക്കലിലും കേരളത്തിലെ കൊല്ലം ജില്ലയിലുള്ള അഴീക്കലിലുമായിരുന്നു സുനാമിയുടെ ഏറ്റവും ഭീകരമായ സംഹാര താണ്ഡവം. ഔദ്യോഗിക കണക്ക് പ്രകാരം ഇന്ത്യയിൽ 10,136 പേരാണ് സുനാമി ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. കേരളത്തിൽ 250-ലധികം കിലോമീറ്റർ തീരപ്രദേശം ആക്രമിക്കപ്പെട്ടു. 187 ഗ്രാമങ്ങൾക്ക് അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വന്നു. 239 പേർ മരിച്ചു. 400,000-ലധികം പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. അധ്വാനികളാണെങ്കിലും അന്നന്നത്തെ അപ്പവും കഷ്ടപ്പാടും മാത്രം കൈമുതലായുള്ള തീരദേശവാസികൾക്ക് ദുരിതങ്ങളുടെ നിലയില്ലാ കയങ്ങളായിരുന്നു സുനാമി സമ്മാനിച്ചത്. അവരുടെ ജീവനും സ്വത്തിനും സ്വപ്നങ്ങൾക്കും പുറമെ നാടിന് നഷ്ടപ്പെട്ടതാവട്ടെ റോഡുകളും തുറമുഖങ്ങളും വാർത്താവിനിമയ സൗകര്യങ്ങളും വെള്ളവും വെളിച്ചവുമെല്ലാമാണ്. അതുകൊണ്ടുതന്നെ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് തീരദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും ജീവനോപാധികളുടെയും പുനരുജ്ജീവനത്തിനാണ് കേരള സർക്കാർ ഏറ്റവും പ്രാമുഖ്യം കൽപ്പിച്ചത്.
നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത വലിയൊരു ദുരന്തമാണ് സുനാമിയിൽ ഉണ്ടായത്. കേരളത്തിലുൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ജീവൻ നഷ്ടപ്പെട്ടു പോയ സുനാമി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ഓർത്തുകൊണ്ടും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനും തീരപ്രദേശത്തുള്ള ജനങ്ങളുടെ സംരക്ഷണം, സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും മൊത്തത്തിൽ തീരപ്രദേശത്തെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സുനാമി പുനരധിവാസ പദ്ധതി പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത്. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ തീരപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ കുടുംബങ്ങളിലുള്ളവരുടെ ചികിത്സ, ആരോഗ്യ സംരക്ഷണം, കുടിവെള്ളം, ഇലക്ട്രിസിറ്റി, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി തീരപ്രദേശത്ത് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ വിധത്തിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ സുനാമി പുനരധിവാസ പദ്ധതിയിലൂടെ കഴിഞ്ഞു. വലിയ പാലങ്ങളും കുടിവെള്ള പദ്ധതിയും ഉൾപ്പെടെ കൊച്ചു കൊച്ചു പദ്ധതികളിലൂടെ തീരപ്രദേശത്തിന്റെ സമഗ്ര വികസനമാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമാക്കിയത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ സഹായവും ADB ധനസഹായവും വിവിധ തലങ്ങളിലുണ്ടായ മറ്റ് സഹായങ്ങളുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി തീരപ്രദേശത്തിന്റെ സംരക്ഷണം, തീരപ്രദേശത്തിന്റെ വികസനം ഉറപ്പുവരുത്തുക എന്നതിലാണ് ഗവൺമെന്റ് ശ്രദ്ധിച്ചത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലൂടെ സംസ്ഥാനത്ത് സമയബന്ധിതമായി പദ്ധതികൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നത് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമുണ്ടാക്കുന്ന, ചാരിതാർത്ഥ്യമുള്ള ഒന്നാണ്. സുനാമി പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചെയർമാനായി രൂപീകരിച്ച സംസ്ഥാനതല സ്റ്റിയറിംഗ് കമ്മിറ്റിയും റവന്യൂ വകുപ്പ് മന്ത്രി കൺവീനറായിക്കൊണ്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയും ചീഫ് സെക്രട്ടറിയുടെയും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരുടെ കമ്മിറ്റികളും ഏറ്റവും താഴെ മുതൽ സെക്രട്ടേറിയറ്റ് വരെ സുനാമി പദ്ധതി പ്രവർത്തനങ്ങളുമായി ഏകോപിപ്പിക്കുന്ന, കുറ്റമറ്റ വിധത്തിൽ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് മറ്റേത് സംസ്ഥാനത്തെക്കാളും ഉപരി ഈ പദ്ധതി പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞത്. തീരപ്രദേശത്തെ വീടുകളുടെ നിർമ്മാണം, തീരപ്രദേശത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയത്, കൂടുതൽ മേഖലകളിലേക്ക് അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ഈ പദ്ധതികളിലൂടെ തുടക്കം കുറിക്കാനും നല്ല ഒരു ജനങ്ങളുടെ നല്ല പിന്തുണ കിട്ടുന്ന വിധത്തിൽ, നല്ല സഹകരണം കിട്ടുന്ന വിധത്തിൽ ഈ പദ്ധതികൾ മുന്നോട്ടു പോയി എന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോഴുണ്ടായ ആശങ്കകളെല്ലാം മാറി ജനങ്ങളിലുണ്ടായ ഒട്ടേറെ ആശങ്കകളോ അല്ലെങ്കിൽ ഭയാശങ്കകളോ അതൊക്കെ മാറി തീരപ്രദേശത്ത് ഒരു സുരക്ഷിതത്വം എല്ലാവരിലും ഉറപ്പുവരുത്താൻ കഴിയുന്നു എന്നത് സുനാമി പുനരധിവാസ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു നേട്ടമായി ഞാൻ കണക്കാക്കുകയാണ്. സുനാമി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തീരപ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടി ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ, ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഗവൺമെന്റിന്
ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തും പ്രചോദനവും നൽകുന്നു. 3 സ്രോതസ്സുകളിലൂടെയായിരുന്നു ഈ ബൃഹത് പദ്ധതിക്ക് വേണ്ട ധനം സർക്കാർ കണ്ടെത്തിയത്. ഏഷ്യൻ വികസന ബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ സുനാമി അടിയന്തര സഹായ പദ്ധതി അഥവാ ടീപ് ആണ് ഒന്നാമത്തേത്. അധിക കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കിയ സുനാമി പുനരധിവാസ പദ്ധതി അഥവാ TRP ആണ് രണ്ടാമത്തേത്. മൊത്തം 1441.75 കോടി രൂപയുടെ ഈ 2 പദ്ധതികൾക്ക് പുറമെ ജാപ്പനീസ് സർക്കാരിന്റെ സഹായത്തോടെ 5.52 കോടി രൂപയുടെ ജപ്പാൻ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയും ലഭ്യമാക്കി. കലിയടങ്ങിയപ്പോൾ കടലിന്റെ തീരത്ത് കണ്ണീരിന്റെ നനവൊഴികെ അധികമൊന്നും അന്ന് അവശേഷിച്ചിരുന്നില്ല. ഓർമ്മയിൽ മങ്ങിപ്പോയേക്കാവുന്ന നൊമ്പരപ്പെടുത്തുന്ന ആ പ്രദേശങ്ങളിലെ കാഴ്ചകൾ ഇന്ന് നമ്മെ വിസ്മയഭരിതരാക്കുക തന്നെ ചെയ്യും. കാരണം വറുതിയുടെയും നിസ്സഹായതയുടെയും അനാഥത്വത്തിന്റെയും കഥകൾ മാത്രം പറയാനുണ്ടായിരുന്ന നമ്മുടെ തീരദേശ ഗ്രാമങ്ങളുടെ മുഖച്ഛായ തന്നെ മാറിക്കഴിഞ്ഞു. കേടുപാടുകൾ തീർത്തതും പുതുതായി നിർമ്മിച്ചതുമായ റോഡുകൾ, പാലങ്ങൾ, മത്സ്യബന്ധന തുറമുഖങ്ങൾ, കടൽ ഭിത്തികൾ, ഇടതടവില്ലാതെ ലഭ്യമാവുന്ന വൈദ്യുതി, ജലശുദ്ധീകരണശാലകളും ജലസംഭരണികളും. വരൂ, കാണൂ ഈ കൊച്ചു ഗ്രാമം. കൊല്ലം ജില്ലയിലെ അഴീക്കൽ. കേരളത്തിൽ സുനാമി ഏറ്റവും കൂടുതൽ മരണം വിതച്ചത് ഇവിടെയാണ്. 131 പേർ. സുനാമിയുടെ താണ്ഡവത്തിൽ പാടെ തകർന്നുപോയ ഈ ഇത്തിരി ഭൂമിയിൽ ഇവിടുത്തെ ജനങ്ങളുടെ അടിയന്തരാവശ്യമായിരുന്ന 2 പുതിയ പാലങ്ങൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതും റെക്കോർഡ് വേഗതയിൽ. ദേശീയ ജലപാതയ്ക്ക് മുകളിലൂടെ പോകുന്ന കല്ലുമൂട്ടിൽ കടവ് പാലമാണ് അതിലൊന്ന്. രണ്ടാമത്തേത് നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ 1000 തെങ്ങ് അഴീക്കൽ പാലവും. ഒൻപത് കുരുന്നുകളെ നഷ്ടപ്പെട്ട അഴീക്കൽ ഗവൺമെന്റ് UP സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് ഇപ്പോൾ ഒരു ഹൈസ്കൂളായി മാറിക്കഴിഞ്ഞു. വിപുലീകരിച്ച ലൈബ്രറിയും ലാബും മാത്രമല്ല, കുട്ടികൾക്ക് കളിക്കാൻ വിശാലമായ കളിസ്ഥലവും ഇപ്പോൾ അവിടെയുണ്ട്.
അവരുടെ വീടിനടുത്തുള്ള കടൽത്തീരം ഇപ്പോൾ മാലിന്യം നിറഞ്ഞതോ അനാഥമോ അല്ല. കാറ്റാടി തൈകൾ കൊണ്ട് അവിടെ ഒരു ജൈവ കവചം തന്നെ ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. പച്ചപ്പിന്റെ ഈ കൊച്ചുകോട്ടയ്ക്ക് കടലാക്രമണങ്ങളെ ചെറുക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ അവർക്കെല്ലാം അറിയാം. ഇവിടെ പണ്ടെന്നോ കണ്ടുമറന്ന വൈവിധ്യമാർന്ന കിളികളെ ഇന്നവർക്ക് വീണ്ടും കാണാൻ കഴിയുന്നു. തീർന്നില്ല. സ്കൂളിൽ പോകാൻ പ്രായമായിട്ടില്ലാത്ത കൊച്ചുകുട്ടികൾക്ക് കളിക്കാനും പാട്ടുപാടി രസിക്കാനും അംഗൻവാടികളുണ്ട്. അസുഖം വന്നാൽ അഭയമായി സുസജ്ജമാക്കപ്പെട്ട ഹെൽത്ത് സെന്ററുകളും ആശുപത്രികളുമുണ്ട്. കുടിനീരിന്റെ വില എത്രയെന്നറിയാൻ നാം തീരദേശത്തെ ഗ്രാമങ്ങളിലേക്ക് പോകണം. ദിവസത്തിൽ വല്ലപ്പോഴും ഇടവിട്ട് മാത്രം ലഭിക്കുന്ന ഇത്തിരി വെള്ളമായിരുന്നു എന്നും എവിടെയും അവർക്ക് ലഭിച്ചിരുന്നത്. സുനാമിയുടെ ആക്രമണത്തോടെ അതും അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടുതന്നെയാണ് സർക്കാർ ജലവിതരണം ഏറ്റവുമധികം തകരാറിലായ തീരപ്രദേശങ്ങളിൽ ഒരു സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കൊല്ലം ജില്ലയിലെ ഓച്ചിറ, ക്ലാപ്പന, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലും ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ, കായംകുളം മുനിസിപ്പാലിറ്റികളിലുമാണ് സമഗ്രവും സമയബന്ധിതവുമായി ഇത് നടപ്പിലാക്കിയത്. 12 ദശലക്ഷം ലിറ്റർ വെള്ളം സംഭരിച്ച് ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള പത്തിയൂരിലെ കൂറ്റൻ ജലശുദ്ധീകരണശാല പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു. ഇടതടവില്ലാതെ ശുദ്ധജല ലഭ്യത മാത്രമല്ല ഇതുകൊണ്ട് സാധ്യമാവുന്നത്, ജലത്തിലൂടെ പകരുന്ന പകർച്ചവ്യാധികളിൽ നിന്നുള്ള സുരക്ഷ കൂടിയാണ്. കൊച്ചിയുടെ ജെട്ടി പാലം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. മറുകരയിലേക്കുള്ള പുതുവഴികൾ മാത്രമല്ല അതവർക്ക് സമ്മാനിക്കുന്നത്, നിത്യവും ലഭിക്കുന്ന മത്സ്യസമ്പത്തിന്റെ ഫലപ്രദമായ വിപണനവും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അധിക സാധ്യതകളുമാണ് ഇതിലൂടെ അവർക്ക് കൈവരുന്നത്. ക്ഷുഭിതയായ കടലമ്മയുടെ പ്രഹരം ഏറ്റവുമധികം ഏറ്റുവാങ്ങിയ ഗ്രാമങ്ങളുടെ കഥയല്ല ഇപ്പോഴിത്. ഒരു മുറിപ്പാട് പോലും അവശേഷിപ്പിക്കാതെ അത്തരം പ്രദേശങ്ങൾ സ്പെഷ്യൽ പാക്കേജിലൂടെ പുനർനിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു. ആലപ്പാട്, ആറാട്ടുപുഴ, എടവനക്കാട്, അന്ധകാരനഴി എന്നീ പ്രദേശങ്ങൾ പുനർജനിച്ചു കഴിഞ്ഞു. എന്നാൽ തീരദേശത്തെ 9 ജില്ലകളെയും ഒരൊറ്റ ജീവനാഡിയുടെ സ്പന്ദനമായി കണ്ടുകൊണ്ടായിരുന്നു വികസന പ്രക്രിയകൾ മുന്നേറിയത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മാത്രം അത് ഒരുങ്ങുകയും ചെയ്തില്ല. കാരണം നൂതനാശയങ്ങളിലൂടെ വീണ്ടും വീണ്ടും നവീകരിക്കേണ്ട
ഒരു തുടർ പ്രക്രിയയാണത്. അങ്ങനെ മാത്രമേ ഒരിക്കൽ പൊട്ടിപ്പോയ നാരുകൾ ഇഴപിരിച്ച് കൂട്ടി ഇണക്കി ഒരു ജനതയെ ജീവിതത്തിന്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. കടലിന്റെ കാരുണ്യത്തെ ആശ്രയിച്ച് മാത്രമായിരുന്നു മുമ്പ് തീരങ്ങളിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ജീവിച്ചിരുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള തീരമൈത്രി പദ്ധതി സ്വാശ്രയത്വത്തിന്റെ പുതുവഴികളിലേക്ക് അവരെ ആനയിച്ചു കഴിഞ്ഞു. സർക്കാർ നടപ്പിലാക്കിയ സൂപ്പർ മാർക്കറ്റുകൾ, ചവിട്ടുപായ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ തുടങ്ങിയവയുടെ യൂണിറ്റുകൾ, മത്സ്യഭോജനശാലകൾ, മത്സ്യവിപണന കേന്ദ്രങ്ങളും അതിനുവേണ്ട വാഹനങ്ങളും തുടങ്ങിയവ അതിൽ ചിലതു മാത്രം. വനിതാ സ്വയം സഹായ സംഘങ്ങളിലൂടെയാണ് ഇവയിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുതന്നെ തീരപ്രദേശ